നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേരള നോളജ് മിഷൻ, KDISC എന്നിവയുടെ സഹകരണത്തോടെ 2025 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേളയുടെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴ നഗരസഭയിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA ഇസ്ലാം നിർവഹിച്ചു. അരമണിക്കിലുക്കി താളമേളങ്ങളുടെ അകമ്പടിയിൽ മുല്ലക്കൽ തെരുവിൽ പുലിയിറങ്ങി. കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ചിറപ്പിന്റെ ഭാഗമായി ആദ്യമായി എത്തിയ പുലികളെ കാണാൻ വൻ ജനാവലിയാണ് റോഡരികിൽ കാത്തുനിന്നത്. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഐസ് ബോക്സുകളും മത്സ്യമേഖലയിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA ഇസ്ലാം വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചേർത്തല പൊലിമ കരപ്പുറം കാഴ്ചകൾ 2024 പ്രദർശന സ്റ്റാളുകളിലെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ സ്റ്റാളിൽ പച്ചക്കറികളാൽ ഒരുക്കിയ താറാവ് കൗതുക കാഴ്ചയായി മാറുന്നു. അഗ്രികൾച്ചർ എന്ന വാക്കിൽ തന്നെ സംസ്കാരമുണ്ടെന്നും എപ്പോഴും നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരത്തിലേക്ക് കേരളം കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ചേർത്തല പൊലിമ കരപ്പുറം കാർഷിക കാഴ്ച 2024 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. സുനാമി പോലുള്ള വലിയ ദുരന്തമുണ്ടായാൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താമെന്നതിന്റെ നേർക്കാഴ്ചയായി മാറി സുനാമി പ്രതിരോധ മോക്ക് ഡ്രിൽ. പുറക്കാട് പഞ്ചായത്തിലെ 8-9 വാർഡുകളിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. കേരള നോളജ് മിഷൻ, KDISC എന്നിവയുടെ സഹകരണത്തോടെ 2025 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേളയുടെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴ നഗരസഭയിൽ തുടക്കമായി. അമ്പലപ്പുഴ MLA ഇസ്ലാം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിജ്ഞാന ആലപ്പുഴ പദ്ധതിയിലൂടെ തൊഴിലന്വേഷകർക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടുന്നതിനും തൊഴിൽ ലഭ്യമാക്കുന്നതിനുമായി കേരള നോളജ് മിഷൻ, KDISC എന്നിവയുടെ സഹകരണത്തോടെ 2025 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേളയുടെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴ നഗരസഭയിൽ തുടക്കമായി. ആലപ്പുഴ നഗരസഭയിലെ 52 വാർഡുകളിലായി 6687 പേരാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തത്. തുടർന്നും രജിസ്റ്റർ ചെയ്യാനുള്ളവരെ ജോബ് സ്റ്റേഷനിൽ സഹായിക്കും. അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകരെ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യിക്കുന്നതിനായി ഒരു വാർഡിൽ നിന്നും 2 റിസോഴ്സ് പേഴ്സൺമാരെ വീതമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവർക്കുള്ള പരിശീലനവും കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ചു. രജിസ്ട്രേഷന്റെ സൗകര്യാർത്ഥം ആവശ്യമെങ്കിൽ കൂടുതൽ ജോബ് സ്റ്റേഷനുകൾ വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജോബ് സ്റ്റേഷൻ പ്രവർത്തനവും റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള ട്രെയിനിങ് ക്യാമ്പും അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. ആവശ്യമുണ്ടെന്ന് പറഞ്ഞവർ രജിസ്റ്റർ ചെയ്യപ്പെട്ട മുഴുവൻ പേരില്ല. അപ്പൊ അതാണ് നമ്മുടെ ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. നമുക്ക് മാക്സിമം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നവരെ നമ്മളുടെ വർക്കിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പലപ്പോഴും ജോബ് ഫെയർ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരാജയം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബെറ്റർ ആണെങ്കിലും സ്കിൽ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകുന്നതിനെ കാണാൻ പറ്റും. ജോബ് ഫെയർ കഴിഞ്ഞ് പുറത്തു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, എന്നെക്കാൾ യോഗ്യത കുറഞ്ഞ ആൾക്ക് ജോലി കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് കേൾക്കാം. ഞാനെല്ലാം നേരിട്ട് കേട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതാണ്, ഒരു കമ്പനി ബേസിക് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കും. പിന്നെ അവർ നോക്കുന്നത് അവ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാൻ പ്രാപ്തരാണെന്ന് മാത്രമേ നോക്കുള്ളൂ. അതിന്റെ സ്കിൽ ഉള്ളതാണ് നോക്കുന്നത്. അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ ആ സ്കിൽ ഇല്ലാത്ത ബേസിക് ക്വാളിഫിക്കേഷനൊക്കെ കൂടുതൽ അഡീഷണലായി വേറെ ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസമായിട്ടുള്ള കുട്ടികൾക്ക് കിട്ടാതിരിക്കുകയും ബേസിക് ക്വാളിഫിക്കേഷനും അവർ വിചാരിക്കുന്ന സ്കില്ലുള്ള കുട്ടികൾ ജോലി കിട്ടുകയും ചെയ്യും. പക്ഷെ ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് എനിക്ക് എന്നൊക്കെ യോഗ്യത കുറവാണ്, മറ്റേ പക്ഷെ കിട്ടിയതാണ്. ഇതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ തന്നെ ജില്ലയിലെ ഒരു വിദേശ വ്യവസായി, അദ്ദേഹം വിദേശത്ത് എഞ്ചിനീയേഴ്സിനെ സെലക്ട് ചെയ്തൊരു അനുഭവം അദ്ദേഹം ഒരു വേദിയിൽ പറഞ്ഞു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, AS കവിത, നസീർ പുന്നക്കൽ, കൗൺസിലർമാരായ B നസീർ, മോനിഷ, ജ്യോതി പ്രകാശ്, പ്രജിത കണ്ണൻ, P റഹിയാനത്ത്, ഹെലൻ ഫെർണാണ്ടസ്, സെക്രട്ടറി AM മുംതാസ്, കില റിസോഴ്സ് പേഴ്സൺമാരായ P ജയരാജ്, രാമചന്ദ്രൻ, കമ്മ്യൂണിറ്റി അംബാസിഡർമാരായ ബിന്ദു ഗൗരി, സജീന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അരമണിക്കിലുക്കി താളമേളങ്ങളുടെ അകമ്പടിയോടെ മുല്ലക്കൽ തെരുവിൽ പുലിയിറങ്ങി. കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ചിറപ്പിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായി എത്തിയ പുലികളെ കാണാൻ വൻ ജനാവലിയും റോഡരികിലുണ്ടായിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഈ രാജവീഥികളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചുകൊണ്ട് കടന്നു വരികയാണ്.
വലിയ പുലിക്കളി സംഘം കടന്നു വരുന്നു. അരമണിക്കിലുക്കി ചടുലതാളത്തിന്റെ അകമ്പടിയിൽ മുല്ലക്കൽ തെരുവിൽ പുലികളിറങ്ങി. മുല്ലക്കൽ കിടങ്ങാമ്പറമ്പ് ചിറപ്പിന് ആദ്യമിറങ്ങിയ പുലിക്കൂട്ടത്തെ കാണാൻ നഗരത്തിലേക്ക് ജനം ഒഴുകിയുമെത്തി. കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ചാണ് ആലപ്പുഴയിൽ ആദ്യമായി പുലികളി അരങ്ങേറിയത്. ദാസപ്പൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ പെൺപുലികൾ ഉൾപ്പെടെ 30 പേരുടെ സംഘമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് നഗരത്തിൽ വിളയാടിയത്. മുഹമ്മ മധുവിന്റെ നേതൃത്വത്തിലുള്ള വാദ്യസംഘം അകമ്പടിയായതോടെ നഗരത്തിൽ പൂരക്കാഴ്ച തന്നെ ഒരുങ്ങി. വൈകിട്ട് 5:30 മുല്ലക്കൽ ക്ഷേത്ര പരിസരത്ത് നിന്നായിരുന്നു പുലികളിയുടെ തുടക്കം. തുടർന്ന് കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്ര മൈതാനത്ത് പുലികൾ തകർത്താടി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഐസ് ബോക്സുകളും മത്സ്യമേഖലയിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഐസ് ബോക്സുകളും മത്സ്യമേഖലയിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. 4 മത്സ്യത്തൊഴിലാളികൾക്ക് 3500 രൂപ വില വരുന്ന ഐസ് ബോക്സ് 50% സബ്സിഡിയോടെയാണ് നൽകിയത്. ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന 6 വിദ്യാർത്ഥികൾക്ക് 2.8 ലക്ഷം രൂപ ചെലവിലാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. എച്ച് സലാം MLA ഐസ് ബോക്സുകളുടെയും ലാപ്ടോപ്പുകളുടെയും വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സംസാരിച്ചു പോകുന്നില്ല. നമ്മുടെ തീരദേശത്തെ ഓരോ കുടുംബത്തിൻ്റെയും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുമെല്ലാം പരിഹരിക്കാൻ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു വഴി നമ്മുടെ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ആ കുടുംബത്തിലെ പുതിയ മക്കൾ അവർ വളർന്നു വരുമ്പോൾ അവരും മത്സ്യത്തൊഴിലാളിയായി മുന്നോട്ട് പോകട്ടെ എന്നല്ല നമ്മളാരും ചിന്തിക്കുന്നത്. ആ ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തി രക്ഷകർത്താക്കളെല്ലാം എപ്പോഴും ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ കഷ്ടപ്പെട്ടതുപോലെ മക്കൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ പാടില്ല എന്നാണ് ഓരോ രക്ഷിതാവും ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ആ രക്ഷകർത്താവിൻ്റെ ആഗ്രഹം സഫലീകരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസം പരമാവധി നേടിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് മുൻനിർത്തിയാണ് നമ്മുടെ സംസ്ഥാനത്ത് അറപ്പൊഴി ബീച്ചിന് സമീപം സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് AP സരിത, സ്ഥിരം സമിതി അധ്യക്ഷരായ അജിത ശശി, R വിനോദ് കുമാർ, ജയപ്രസന്നൻ, അംഗങ്ങളായ ഗീതാകൃഷ്ണൻ, സുധർമ്മ ബൈജു, സാജൻ എബ്രഹാം, ഫിഷറീസ് ഓഫീസർ ലീന, പഞ്ചായത്ത് സെക്രട്ടറി K സുജാത എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചേർത്തല പൊലിമ കരപ്പുറം കാഴ്ചകൾ 2024 പ്രദർശന സ്റ്റാളുകളിലെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ സ്റ്റാളിൽ പച്ചക്കറികളാൽ ഒരുക്കിയ താറാവ് കൗതുക കാഴ്ചയായി മാറി. ചേർത്തല പൊലിമ കരപ്പുറം കാഴ്ചകൾ 2024 പ്രദർശന സ്റ്റാളുകളിലെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ സ്റ്റാളിൽ പച്ചക്കറികളാൽ ഒരുക്കിയ താറാവ് കൗതുക കാഴ്ചയായി മാറി. ആലപ്പുഴ അരൂർ സ്വദേശി നിജേഷാണ് വെജിറ്റബിൾ കാർവിങ്ങിലൂടെ മനോഹരമായ താറാവിനെ ഒരുക്കിയത്. താറാവിനെ കൂടാതെ മയിൽ, ദിനോസർ, മുതല, അരയന്നം തുടങ്ങി ഒട്ടേറെ ജീവജാലങ്ങൾക്ക് നിജേഷ് പച്ചക്കറികളാൽ ജീവൻ നൽകുന്നുണ്ട്. പാവയ്ക്കയും മുരിങ്ങയ്ക്കയും തണ്ണിമത്തനും വെള്ളരിയും ഇളവനും ക്യാരറ്റും പച്ചമുളകുമെല്ലാം നിജേഷിന്റെ കൈകളിലൂടെ എത്തുമ്പോൾ ജീവൻ തുളുമ്പുന്ന പച്ചക്കറി ശില്പങ്ങളായി മാറും. കേരളത്തിലെ ഒട്ടുമിക്ക ഫ്ലവർ ഷോകളിലും വെജിറ്റബിൾ കാർവിംഗുമായി നിജേഷ് ഇതിനോടകം തന്നെ നിറസാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ആലപ്പുഴ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ ST പ്രൊമോട്ടറായി പ്രവർത്തിക്കുകയാണ് നിജേഷ്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. അഗ്രികൾച്ചർ എന്ന വാക്കിൽ തന്നെ സംസ്കാരമുണ്ടെന്നും എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരത്തിലേക്ക് കേരളം കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും കേരള നിയമസഭാ സ്പീക്കർ AM ഷംസീർ പറഞ്ഞു. ചേർത്തല പൊലിമ കരപ്പുറം കാർഷിക കാഴ്ച 2024 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. അഗ്രികൾച്ചർ എന്ന വാക്കിൽ തന്നെ സംസ്കാരമുണ്ടെന്നും എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരത്തിലേക്ക് കേരളം കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമാക്കി ഈ മാസം 29 വരെ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് മൈതാനത്ത് സംഘടിപ്പിക്കുന്ന ചേർത്തല പൊലിമ കരപ്പുറം കാർഷിക കാഴ്ചകൾ 2024 പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ഞാൻ കൃഷിക്കാരനല്ല, കൃഷിഭൂമിയും ഇല്ല, അതൊരു കൃഷിക്കാരനല്ല. പക്ഷെ അദ്ദേഹം നല്ലൊരു കർഷകനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ജമ്മന്തി. ഇപ്പോ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഞങ്ങൾക്ക് വലിയ ഭൂമിയുള്ള ആൾക്കാരല്ല. എൻ്റെ അസംബ്ലി സെഗ്മെന്റ് വളരെ ചെറിയ അസംബ്ലി സെഗ്മെന്റാണ്. റേഡിയസ് 9 കിലോമീറ്ററാണ്. ഈ ചേർത്തലയുടെ റേഡിയസ് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഏക്കർ കണക്കിന് ഭൂമിയൊന്നുമില്ല.
പക്ഷെ അവിടെയും കൃഷിയും എങ്ങനെ ടെറസ് കൃഷി, ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യുന്ന രീതി വന്നു. അപ്പൊ കൾച്ചർ മാറി വരുന്നു. ഒരു കാലഘട്ടത്തിൽ കൃഷിയെ പ്രൊമോട്ട് ചെയ്തതായിരുന്നു നമ്മളെങ്കിൽ കൃഷിയിലേക്ക് തിരിയാൻ തുടങ്ങി നമ്മളല്ലേ. കാരണം നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, നമ്മൾ മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങൾ, മറ്റ് അസുഖങ്ങൾ, സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും തരത്തിലൊരു വാഹന പണിമുടക്കോ മറ്റു കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിൽ അതിനുള്ള ബന്ധം ഇനി അങ്ങനെയാണോ? ഇനി അങ്ങനെയല്ല. കാരണം നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാൻ. കേരളത്തിന്റെ ചരിത്രം കർഷക സമരങ്ങളുടെ ചരിത്രം കൂടിയാണ്. യുവാക്കൾ കൂടുതലായി കൃഷിയിലേക്ക് കടന്നു വരുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണിയിലേക്ക് അവരെ ആകർഷിക്കുന്നതിന് കൃഷിവകുപ്പും കൃഷിമന്ത്രിയും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് സ്പീക്കർ പറഞ്ഞു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി, വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ VG മോഹനൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗീത ഷാജി, KD മഹേന്ദ്രൻ, ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിനിമോൾ സാംസൺ, ഗീത കാർത്തികേയൻ, സ്വപ്ന ഷാബു, G ശശികല, ഓമന ബാനർജി, ജെയിംസ് ചിങ്കുതറ, TS ജാസ്മിൻ, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടർ അദീല അബ്ദുള്ള, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ V ഉത്തമൻ, PS ഷാജി, സജിമോൾ ഫ്രാൻസിസ്, രജനി ദാസപ്പൻ, നിബു S പത്മം, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പിളി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സുനാമി പോലുള്ള വലിയ ദുരന്തമുണ്ടായാൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തണമെന്നതിന്റെ നേർക്കാഴ്ചയായി മാറി സുനാമി പ്രതിരോധ മോക്ക് ഡ്രിൽ. പുറക്കാട് പഞ്ചായത്തിലെ 8-9 വാർഡുകളിലാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. സുനാമി പോലുള്ള ഒരു വലിയ ദുരന്തമുണ്ടായാൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താമെന്നതിന്റെ നേർക്കാഴ്ചയായി മാറി സുനാമി പ്രതിരോധ മോക്ക് ഡ്രിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനതല സുനാമി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാട് പഞ്ചായത്തിലെ 8-9 വാർഡ് തോട്ടപ്പള്ളി പൂത്തോപ്പ് പരിസരത്ത് സംഘടിപ്പിച്ച ദുരന്ത പ്രതിരോധ പരിശീലന പരിപാടി സുനാമി റെഡി പ്രോഗ്രാമാണ് ആദ്യം കാഴ്ചക്കാരിൽ ആശങ്കയും പിന്നീട് കൗതുകവുമായത്. ഇൻകോയിസ്, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, പുറക്കാട് ഗ്രാമപഞ്ചായത്ത്, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ സ്റ്റഡീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സുനാമി മോക്ക് ഡ്രിൽ നടത്തിയത്. വൈകുന്നേരം 3:30 ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് സുനാമി മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചതോടുകൂടി മോക്ക് ഡ്രിൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 3:45 രണ്ടാമത്തെ സുനാമി വാർണിംഗ് സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് താലൂക്ക് എമർജൻസി കൺട്രോൾ റൂമിൽ നിന്ന് പഞ്ചായത്തിലേക്ക് സുനാമി മുന്നറിയിപ്പ് സന്ദേശം നൽകി പ്രദേശത്ത് അനൗൺസ് ചെയ്യാൻ നിർദ്ദേശിച്ചു. മുന്നറിയിപ്പ് അനൗൺസ്മെന്റ് വന്നതോടെ ആളുകളെ കൂട്ടത്തോടെ കടലോരത്ത് നിന്നും ഒഴിപ്പിച്ചു തുടങ്ങി. എല്ലാ സന്നാഹങ്ങളുമായി പുറപ്പെട്ട വാഹനങ്ങൾ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ വീടുകളിലെത്തി മുന്നറിയിപ്പ് നൽകി അവരെ ഒഴിപ്പിക്കുകയായിരുന്നു. 1 മണിക്കൂറോളം നീണ്ട മോക്ക് ഡ്രില്ലിൽ ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതും മാറ്റിപ്പാർപ്പിക്കുന്നതും പ്രാഥമിക ചികിത്സ നൽകുന്നതും ഗുരുതരമായ അപകടം വന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതുമെല്ലാം കൃത്യതയോടെ ദുരന്ത നിവാരണ സേന അവതരിപ്പിച്ചു. ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെയായിരുന്നു രക്ഷാദൗത്യം. ഇൻസിഡന്റ് കമാൻഡറായ അമ്പലപ്പുഴ DYSP രാജേഷിന്റെ നേതൃത്വത്തിൽ പോലീസ്, ഫയർഫോഴ്സ്, കോസ്റ്റൽ പോലീസ്, റവന്യൂ, ഫിഷറീസ്, ITBP, ആരോഗ്യവകുപ്പ്, റെസ്ക്യൂ ടീം, അംഗൻവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, കടലോര ജാഗ്രതാ സമിതി അംഗങ്ങൾ എന്നിവർ ആളുകളെ ഒഴിപ്പിക്കുന്നതിനും രക്ഷാപ്രവർത്തനത്തിനും നേതൃത്വം നൽകി. ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർ C പ്രേംജി, പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ, ജനപ്രതിനിധികൾ, റവന്യൂ ഉദ്യോഗസ്ഥർ, ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ എന്നിവർ മോക്ക് ഡ്രില്ലിന് നേതൃത്വം വഹിച്ചു. സുനാമി മുന്നറിയിപ്പിനനുബന്ധിച്ചുള്ള ഇവാക്വേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ നമ്മളിവിടെ ഇവാക്വേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവിടുന്ന് ഈ മേഖലയിലുള്ള ആൾക്കാരെ മാറ്റിയിരിക്കുന്നത്. അവിടെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 100 പേരാണ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള നോളജ് മിഷൻ, KDISC എന്നിവയുടെ സഹകരണത്തോടെ 2025 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേളയുടെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴ നഗരസഭയിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA ഇസ്ലാം നിർവഹിച്ചു.
അരമണിക്കിലുക്കി താളമേളങ്ങളുടെ അകമ്പടിയിൽ മുല്ലക്കൽ തെരുവിൽ പുലിയിറങ്ങി. കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ചിറപ്പിന്റെ ഭാഗമായി ആദ്യമായി എത്തിയ പുലികളെ കാണാൻ വൻ ജനാവലിയാണ് റോഡരികിൽ കാത്തുനിന്നത്. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഐസ് ബോക്സുകളും മത്സ്യമേഖലയിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA ഇസ്ലാം വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചേർത്തല പൊലിമ കരപ്പുറം കാഴ്ചകൾ 2024 പ്രദർശന സ്റ്റാളുകളിലെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ സ്റ്റാളിൽ പച്ചക്കറികളാൽ ഒരുക്കിയ താറാവ് കൗതുക കാഴ്ചയായി മാറുന്നു. അഗ്രികൾച്ചർ എന്ന വാക്കിൽ തന്നെ സംസ്കാരമുണ്ടെന്നും എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരത്തിലേക്ക് കേരളം കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ചേർത്തല പൊലിമ കരപ്പുറം കാർഷിക കാഴ്ച 2024 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. സുനാമി പോലുള്ള വലിയ ദുരന്തമുണ്ടായാൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താമെന്നതിന്റെ നേർക്കാഴ്ചയായി മാറി സുനാമി പ്രതിരോധ മോക്ക് ഡ്രിൽ. പുറക്കാട് പഞ്ചായത്തിലെ 8-9 വാർഡുകളിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.